സ്വകാര്യ വിദേശ കോർപ്പറേറ്റ് അഗ്രിഗേറ്റർ ആപ്പുകളുടെ ചൂഷണങ്ങളിൽ നിന്നും അമിത സർജ് പ്രൈസിംഗിൽ നിന്നും രാജ്യത്തെ ഡ്രൈവർമാർക്കും സാധാരണക്കാരായ യാത്രക്കാർക്കും പൂർണ്ണ മോചനം നൽകിക്കൊണ്ട് ഇന്ത്യൻ ഡിജിറ്റൽ റൈഡ് ഷെയറിംഗ് രംഗത്ത് ഒരു നിശബ്ദ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ സഹകാർ സേ സമൃദ്ധി എന്ന മനോഹരമായ കാഴ്ചപ്പാടിലൂന്നി പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത ടാക്സി ആപ്പാണ് ഭാരത് ടാക്സി. സ്വകാര്യ വിദേശ കമ്പനികൾ 30 മുതൽ 40% വരെ ഉയർന്ന കമ്മീഷൻ ഈടാക്കുമ്പോൾ തങ്ങളുണ്ടാക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശികളായി ഡ്രൈവർമാരെ അഥവാ സാരഥികളെ പ്ലാറ്റ്ഫോമിന്റെ സഹ ഉടമസ്ഥരാക്കി മാറ്റുന്ന സീറോ കമ്മീഷൻ മാതൃകയാണ് ഭാരത് ടാക്സിയുടെ സവിശേഷത. യാത്രക്കാർക്ക് സർചാർജുകളില്ലാത്ത സുതാര്യമായ നിരക്കും ഡ്രൈവർമാർക്ക് അർഹമായ അന്തസ്സും ഉറപ്പാക്കുന്ന ഭാരത് ടാക്സിയുടെ സമഗ്രമായ വിശേഷങ്ങളിലേക്ക്. 2002 മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച സഹകാർ ടാക്സി കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് STCL ആണ് ഭാരത് ടാക്സിയുടെ പിന്നിലെ ചാലകശക്തി. അമൂൽ, നാഫെഡ്, ഇഫ്കോ, നബാർഡ്, NCDC ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ 8 ദേശീയ സഹകരണ സ്ഥാപനങ്ങളുടെ കരുത്തിലാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമായത്. ലാഭക്കൊതിയിൽ അധിഷ്ഠിതമായ വിദേശ കോർപ്പറേറ്റ് അഗ്രിഗേറ്റർമാരുടെ വിപണി കുത്തക തകർക്കുക മാത്രമല്ല, സഹകരണ പ്രസ്ഥാനത്തിലൂടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഗുണം ഓരോ ഡ്രൈവർക്കും യാത്രക്കാരനും ലഭ്യമാക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇതിലെ ഡ്രൈവർമാരാണ്. സാരഥി ഹി മാലിക് അഥവാ ഡ്രൈവർമാർ തന്നെ ഉടമകൾ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ ആപ്പിൽ ഡ്രൈവർമാർ കേവലം തൊഴിലാളികളല്ല, മറിച്ച് സഹകരണ സംഘത്തിലെ അംഗങ്ങളും അതേസമയം ഓഹരി ഉടമകളുമാണ്. ഹ്രസ്വമായ കാലയളവിൽ വിപ്ലവാത്മകമായ കുതിപ്പാണ് ഭാരത് ടാക്സി കൈവരിച്ചത്. 8,48,000-ലധികം ഡ്രൈവർമാരും 44 ലക്ഷത്തിലധികം സ്ഥിരയാത്രക്കാരും ഇന്ന് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഇതുവരെ സാരഥികൾക്കായി 83.70 കോടി രൂപയുടെ വരുമാനമാണ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിക്കൊടുത്തത്. ദില്ലി, NCR, ഗുജറാത്ത്, മുംബൈ, ലഖ്നൗ, ചണ്ഡീഗഡ്, ജയ്പൂർ, കാൺപൂർ, പൂനെ തുടങ്ങിയ വൻ നഗരങ്ങളിൽ നിലവിൽ ഭാരത് ടാക്സി സജീവമാണ്. പാറ്റ്ന, റാഞ്ചി, കൊൽക്കത്ത, അസം, ഭോപ്പാൽ, ഇൻഡോർ, നാഗ്പൂർ എന്നീ നഗരങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം 2029ഓടെ രാജ്യത്തുടനീളം സാന്നിധ്യം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. സീറോ കമ്മീഷൻ മാതൃകയിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നത്. റൈഡുകളിൽ നിന്നും യാതൊരു കമ്മീഷനും ഈടാക്കാതെ ചെറിയ സബ്സ്ക്രിപ്ഷൻ തുക മാത്രം ഈടാക്കിക്കൊണ്ട് ഡ്രൈവർമാർക്ക് തങ്ങളുടെ അധ്വാനത്തിന്റെ മുഴുവൻ തുകയും നേടാൻ സാധിക്കുന്നു. ലഭിക്കുന്ന വരുമാനത്തിന്റെ 20% സാരഥികളുടെ പേരിൽ ക്യാപിറ്റൽ നിക്ഷേപമാക്കുമ്പോൾ ബാക്കി 80% അവർ ഓടിച്ച കിലോമീറ്ററുകൾക്ക് ആനുപാതികമായി ബോണസായി തിരികെ നൽകുകയും ചെയ്യുന്നു. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഭാരത് ടാക്സി നൽകുന്നത്. മഴയുള്ളപ്പോഴോ തിരക്കുള്ള സമയങ്ങളിലോ നിരക്ക് ഇരട്ടിയാക്കുന്ന സർജ് പ്രൈസിംഗ് ഈ ആപ്പിൽ പൂർണ്ണമായും വിലക്കിയിരിക്കുന്നു. ഹിഡൻ ചാർജുകളോ അധിക കൺവീനിയൻസ് ഫീസോ ഇല്ലാതെ കൃത്യമായ ദൂരത്തിനും സമയത്തിനും മാത്രമുള്ള സുതാര്യമായ നിരക്ക് മാത്രമാണ് ഉപഭോക്താവ് നൽകേണ്ടത്. സെഡാൻ, ഹാച്ച്ബാക്ക്, SUV, ഓട്ടോറിക്ഷ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾ ആപ്പിൽ ലഭ്യമാണ്. കൂടാതെ വിമാനത്താവളങ്ങളിൽ നിന്ന് നേരിട്ട് ടാക്സി ബുക്ക് ചെയ്യാൻ സർവീസുകൾ ലഭ്യമാക്കുന്ന ഭാരത് ടാക്സി പ്രീപെയ്ഡ് കൗണ്ടറുകളും പലയിടത്തും പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ആപ്പിലുള്ളത്. കൃത്യമായ പോലീസ് വെരിഫിക്കേഷന് ശേഷമാണ് ഓരോ സാരഥിയും വാഹനം രജിസ്റ്റർ ചെയ്യുന്നത്. തത്സമയ യാത്രാ ട്രാക്കിംഗ്, എമർജൻസി SOS ബട്ടൺ, സംസ്ഥാന പോലീസ് ഡിപ്പാർട്ട്മെന്റുകളുമായുള്ള കൺട്രോൾ റൂം ഏകോപനം എന്നിവ യാത്രക്കാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. തങ്ങളുടെ സാമ്പത്തിക സുരക്ഷയ്ക്കായി സാരഥികൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ആരോഗ്യ അപകട ഇൻഷുറൻസുകൾ, SBI വഴി മുദ്രാ വായ്പകൾ, വാഹന വായ്പകൾ എന്നിവയും സഹകരണ സംഘം വഴി ലഭ്യമാക്കുന്നു. പശ്ചിമബംഗാളിലെ യാത്രി സാഥി ആപ്പുമായി സഹകരിച്ചുകൊണ്ട് ഡ്രൈവർ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ സൊസൈറ്റി ധാരണാപത്രത്തിലും ഒപ്പുവെച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സാങ്കേതികവിദ്യയും സഹകരണ പ്രസ്ഥാനത്തിന്റെ സാമൂഹിക സുരക്ഷയും സമന്വയിക്കുന്ന വിപ്ലവകരമായ നവയുഗ മാതൃകയാണ് ഭാരത് ടാക്സി. ഡ്രൈവർമാർക്ക് അർഹമായ മാനവിക അന്തസ്സും സുരക്ഷിതമായ ഉപജീവനവും നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് വിശ്വസനീയവും ലാഭകരവുമായ യാത്രാ സൗകര്യമൊരുക്കി ആത്മനിർഭർ ഭാരതത്തിന്റെ കരുത്തായി മാറുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഭാരത് ടാക്സി പദ്ധതി.